Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അട്ടപ്രഥമൻ തയ്യാറാക്കിയാലോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 250 ഗ്രാം അട എടുത്തിട്ടുണ്ട്. നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അടയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. വലിയ പീസസ് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്തൊന്ന് മാറ്റി വെക്കാം. ചെറുതായിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വേവിച്ച അട ഒന്ന് ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ തവി കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. അങ്ങനെ 1-2 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകണം. ഒരുപാട് നമ്മളിതിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം വെന്തതായതുകൊണ്ട് പിന്നെ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. സാധാ പച്ചവെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കഴുകിയതിന് ശേഷം നമുക്കിതൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലുള്ള വെള്ളം മൊത്തം നമുക്കൊന്ന് അരിച്ചു കളയാം. പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച് വേവിച്ച അട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒരുപാട് വഴറ്റണ്ട. ജസ്റ്റ് ഈ നെയ്യിൽ നമ്മുടെ അട ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് നമുക്ക് നോക്കാം. മധുരം കുറവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര നന്നായി ഉരുകി അട അതിൽ നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി അടയും ശർക്കരയും എല്ലാം കൂടെ ഒരുമിച്ചായി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ 2ാം പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാനൊരു വലിയ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ ചിരകി എടുത്തതിന് ശേഷം 1ാം പാലിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 7 കപ്പ് വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്തു. 7 കപ്പാകുമ്പോൾ ഒരു 1.25 ലിറ്റർ വെള്ളം. 2ാം പാൽ തയ്യാറാക്കാനായിട്ട് ആ തേങ്ങയിൽ തന്നെ ഒരു 8 കപ്പ് ഒരു 2 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ാം പാൽ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം. 2ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിലൊപ്പം 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങയിലോട്ട്
1.25 ലിറ്റർ വെള്ളം ചേർത്ത് തയ്യാറാക്കിയതാണ് ഒന്നാം പാല്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ പായസത്തിൻ്റെ മധുരം ആവശ്യത്തിന് മാത്രമാണ്. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കണം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് കുറുകിപ്പോയാൽ നമ്മളിത് കുറച്ച് നേരം മാറ്റി വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പിൻ്റെയും പകുതി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരുപാട് പേർക്ക് തയ്യാറാക്കാനാണ് ഇത്രയും ക്വാണ്ടിറ്റി. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.